അങ്ങനെ നമ്മുടെ കൊയിലാണ്ടി കലോത്സവം എല്ലാവരും വളരെ ആക്റ്റീവാണ്. എത്ര മാസം എവിടെ പോയി? എത്ര മാസം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ സാറല്ലേ? ഓക്കെ ഓക്കെ മാഷ ആക്റ്റീവ് അല്ലേ? ഇന്നിപ്പോ രചനാ മത്സരങ്ങൾ നാളെ മുതലാണ്. ഇപ്പൊ ഒന്ന് മത്സരങ്ങൾ എല്ലാരും ഉണ്ട് എല്ലാരും എടുത്തു കഴിഞ്ഞു. ഓക്കെ കലോത്സവം 1-ാം ദിനം. മാഷേ ആക്റ്റീവ് അല്ലേ? എന്താ സ്ഥിതി? ഭക്ഷണം വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. നല്ല ഭക്ഷണം മാത്രമല്ല പ്രോഗ്രാമൊക്കെ കൃത്യസമയത്ത് തുടങ്ങി നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളാണ്. ഓക്കെ 1-ാം ദിവസം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് യാതൊരു അസൗകര്യവും ഇല്ലാത്ത രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് സാധ്യമാണ്. ഓക്കെ ഓക്കെ ഷാഫി മാഷ്, നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഒക്കെ ഓക്കെ അല്ലേ? അതെ, കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ കേരളത്തിലെ കൊയിലാണ്ടിയിലെ പ്രത്യേകിച്ച് വടകര റീജിയനിലെ മുഴുവൻ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും അതേപോലെ തന്നെ കൊയിലാണ്ടിയിലെ SHOയുടെ നേതൃത്വത്തിലുള്ള ടീമും അതേപോലെ SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ ഗൈഡ്സ്, അതേപോലെ തന്നെ NSS വളണ്ടിയേഴ്സും അതേപോലെ വിവിധ യൂത്ത് ഈ രാഷ്ട്രീയ സംഘടനകളുടെ യൂത്ത് വിഭാഗവും അതേപോലെ വ്യാപാരി വ്യവസായി സംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും അധ്യാപകരും ചേർന്നുള്ള ബൃഹത്തായ രീതിയിലുള്ള ശൃംഖലയാണ് ഈ കലോത്സവ കമ്മിറ്റി നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. സജ്ജമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മുഴുവൻ വാളണ്ടിയേഴ്സിന്റെയും റിവീലിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 2 മണിക്ക് നമ്മൾ അത് റിലീസ് ചെയ്യപ്പെടും. ഓക്കെ മുഴുവൻ വാളണ്ടിയേഴ്സിന്റെയും ഒരു പട തന്നെ ഈ അതെ നാളെ മുതൽ ഇവിടെ കലോത്സവത്തിന് കൊടി വരുമ്പോൾ ഇന്നിപ്പോ സ്റ്റേജ് ഇതര മത്സരമായിരുന്നു. സ്റ്റേജ് ഇതര മത്സരമാണ്. രാവിലെയും ഉച്ചക്കുമായിട്ടാണ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഭക്ഷണം കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മത്സരങ്ങൾ ആരംഭിക്കും. നാളെ മുതലാണ് ശരിക്കും വേദികൾ ഉണരും. 22 വേദികളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാമാമാങ്കത്തിൽ നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഉണ്ടാവും. സംശയമില്ല. വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഈ ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, സീ യു. അവരുടെ അവസരം നഷ്ടപ്പെടുകയായിരുന്നു. അപർമാശേ, എന്താണ് കലാമേള, എന്താണ് അഭിപ്രായം? ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള നല്ലൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിലയ്ക്ക് എല്ലാ ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ട് ഹരിതചട്ടം, ഇലക്ഷന്റെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടികൾ മുഴുവൻ നടക്കുന്നത്. ഓക്കെ ഓക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഗൈഡ്സ്, അങ്ങനെ കൊയിലാണ്ടി ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ്. നമ്മുടെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സ്റ്റാളുണ്ട്. ഓക്കെ, അതിന്റെ സ്റ്റാളുണ്ട്. നമ്മളൊന്ന് സന്ദർശിക്കും. ജില്ലാ നിയമസേവന അതോറിറ്റി കോർപ്പറേഷൻ. ഹലോ, പക്ഷേ എന്താണ് ഈ ലീഗൽ സർവീസ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേളയിൽ എന്തൊക്കെ സേവനമാണ് നൽകുന്നത്? പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് നിയമസഹായം എത്തിക്കുക. 3 ലക്ഷം രൂപയിൽ വരുമാനം കുറഞ്ഞ ആളുകൾക്ക് ഒരിക്കൽ പോലും ഒരു അഡ്വക്കേറ്റിന്റെ സേവനം ലഭ്യമാകാതെ നീതി നിഷേധിക്കപ്പെടരുതായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും. ഓക്കെ ഓക്കെ ബാക്കി ഒരു പറയും. എന്താണ് ഈ മേളയിൽ ഇത് തുടങ്ങാൻ എന്താ കാരണം? വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും അവർക്ക് റിപ്പോർട്ടും കൊടുക്കുന്ന സംവിധാനമാണ് ഈ നിയമസഹായത്തോടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ കുട്ടികൾക്ക് നിയമബോധവൽക്കരണമാണോ ഉദ്ദേശിച്ചത്? നിയമബോധവൽക്കരണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ,
അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുല്യ നീതി കിട്ടുക എന്നുള്ള രൂപത്തിലേക്കാണ്. എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുക, നിയമസഹായം നൽകുക, സൗജന്യമായി നിയമസഹായം നൽകുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഫീസില്ലാണ്ട് കേസ് നടത്തി കൊടുക്കുകയാണ് അതിന്റെ പ്രത്യേക ഉദ്ദേശം. ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഇടുന്നത് പിന്നെ സ്ത്രീകളും കുട്ടികളും അവബോധം വളർത്തുക. ഈ സൗജന്യ നിയമസഹായത്തെ പറ്റി ഓരോ സ്ഥലത്തും അവബോധം വളർത്താൻ വേണ്ടിയാണ്. പിന്നെ അതെ, കുട്ടികളിലേക്ക് ഒരു സാക്ഷരത അല്ലേ നിയമഭാഷ. അപ്പം ഇത് കൂടുതൽ അറിയാത്തവരുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റോളൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഇടുമ്പോൾ കുറെ എനിക്ക് പറഞ്ഞ നിയമസഹായം എല്ലാവർക്കും നിയമസഹായം, തുല്യനീതി, ഫീസില്ലാതെ കേസ് നടത്തി. ഓക്കെ ഓക്കെ ഓക്കെ. 1 മിനിറ്റ് ഗൈസ്. പതിവ് പോലെ നമ്മുടെ റഫീഖ് മാഷുടെ തണ്ണീർ പൂജ എല്ലാ മേളയിലും സ്ഥിര സാന്നിധ്യമായ നമ്മുടെ റഫീഖ് മാഷ് ഇതാ ഒരുപാട് പൂജകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. തണ്ണീർ പൂജ. മാഷേ, എന്താണ് ഇത്തവണയും നിങ്ങൾ പൂജയുമായി എത്തിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? എന്താണ് ഈ തണ്ണീർ പൂജയോട് കലോത്സവങ്ങളുടെ ഒരു എന്താ പറയാ ബ്രാൻഡിംഗ് ആണ് ഈ പൂജ എന്ന് പറയുന്നത്. 4-5 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മൺമൂർത്തയിലാണ് വെള്ളം കൊടുക്കുന്നത്. അത് ഇത് നിലനിർത്തുന്നത് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നു. നല്ല ഫീഡ്ബാക്ക് ആണ്. എല്ലാവരും ഒരു വലിയ സന്തോഷം, വെള്ളം കുടിച്ച് അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ അതിന്റെ ഒരു നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. എല്ലാ വേദികളിലേക്കും എല്ലാ വേദിയിലും 22 വേദിയിലും നമ്മൾ മൺപാത്രത്തിലാണ് വെള്ളം കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് തന്നെയാണ് അത് കുടിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അത് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം. അതാണ് വയറും മനസ്സും നിറയ്ക്കുക എന്ന് പറയുന്നത്. അതെ മാഷേ, സാറല്ലേ തണ്ണീർ പൂജ എല്ലാ വേദികളിലും തണുത്ത ജലം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഏതായാലും നമ്മുടെ റഫീഖ് മാഷുടെ തണ്ണീർ പൂജ നമ്മുടെ വേദി കലാമേളയുടെ ഒരു സിമ്പിൾ തന്നെയായി മാറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഗൈസ്, അതേപോലെ നമ്മുടെ കലാമേളയുടെ ഒരു പ്രധാന ആകർഷണമാണ് ഇവിടെ ചുക്ക് കാപ്പി വിതരണം. നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആളുകളാണ് ഇവിടെ ഈ ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നത്. നമ്മുടെ മുഹമ്മദ് നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് സാർ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം എന്താണ്? പല മേളകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് മേളയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ചുക്ക് കാപ്പി വിതരണം തുടങ്ങണം എന്ന് കാരണം എന്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണല്ലോ സ്കൂൾ കേരളോത്സവം. തീർച്ചയായും ഈ ഒരു കൗമാര കലയുടെ ഈ ഒരു മാമാങ്കം നടക്കുന്ന ഈ ഒരു വേളയിൽ അതോടൊപ്പം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംഗമിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് റവന്യൂ കലോത്സവം നടക്കുന്ന കൊയിലാണ്ടിയിലാണ്. ഞങ്ങളുടെ ഇവിടെ കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസ് അസോസിയേഷനും സംയുക്തമായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ചുക്ക് വെള്ളവും ചുക്ക് കാപ്പി കൊടുക്കുക. ഞങ്ങൾ നല്ല വെള്ളം എല്ലാ ദിവസവും വെള്ളം തിളപ്പിച്ചിട്ട് അത് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ കാലത്ത് മുതൽ 11 മണി വരെ ചുക്കാപ്പി ഉണ്ട്. പിന്നെ വൈകിട്ട് 4 മണിക്കും ഉണ്ടാവും. ഇന്നലെ രാത്രി 11 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇവിടെ പരിപാടി തീരുന്നവരെ ഈ ചുക്കാപ്പി ഉണ്ടാവും. നിങ്ങൾക്കാണ് ഇതിന്റെ റെസിപ്പി കണ്ടോ? പ്രത്യേകതരം ഒരു 5-10 പ്രത്യേക കൂട്ട് വെച്ച് ഞങ്ങൾ ഈ ചുക്കാപ്പി നിങ്ങൾ മറ്റെവിടെയും കിട്ടില്ല, മാത്രം. തീർച്ചയായിട്ടും സംസ്ഥാന മേളകളിലും അതുപോലെ വിവിധ മേളകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ പോലീസ് ഓഫീസ് ചെയ്യുന്ന ഈ കാര്യങ്ങളെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. ഗൈസ്, അങ്ങനെ കലോത്സവത്തിനിടയിൽ നമ്മുടെ മുൻ DD സാറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറേ, എന്തൊക്കെ വിശേഷം? വളരെ സുഖമുള്ള സന്തോഷമുള്ള ഒരു സമയം. കാരണം കലോത്സവങ്ങൾ എപ്പോഴും നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ കുട്ടികളെ ആയാലും അധ്യാപകരെ ആയാലും ആരെ ആയാലും എല്ലാവരും കൂടി കണ്ടുമുട്ടുക, കാണുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം അത് പല സ്കൂളിൽ നിന്നുള്ളവർക്ക് ഒരുമിച്ച് ചേരാനും തമ്മിൽ കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള നല്ലൊരു വേദിയത് കൂടിയാണ്. ഒരുപാട് കലോത്സവങ്ങൾക്ക് ചുക്കാൻ പിടിച്ചെത്തിയെന്ന നിലയിൽ എന്താണ് ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്.
കാരണം അതുകൊണ്ട് തന്നെയാണ് പോയി കഴിഞ്ഞിട്ടും എല്ലാ കലോത്സവ വേദികളിലേക്കും എത്തുന്നത്. കാരണം കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എവിടെ നിന്നാണ് നമുക്കൊരു എനർജി കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത്. അത് ഇത് തന്നെയാണ്, ഒരുപാട് ആളുകളെ കാണുന്നു എന്നുള്ളതും കുട്ടികളുടെ ശരിക്കും അത് നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് നമ്മള് കലോത്സവത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഒരു സംസ്ഥാന കലോത്സവം എങ്ങനെയാണോ നടക്കുന്നത് അതേ ഭാഷയിലൂടെ തന്നെയാണ് നമ്മൾ കോഴിക്കോട് നടക്കുക. കോഴിക്കോട് സ്റ്റേറ്റ് കലോത്സവം തന്നെയാണ്. അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. അപ്പൊ ഓക്കെ മാഡം, വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. എന്താ പറഞ്ഞേ? കലോത്സവ പന്തലിൽ നിന്നും ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയാണ്. പാടത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാടിയ വേദികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവസരം നഷ്ടമാക്കുമെന്ന് പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. അപ്പോൾ ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നിപ്പോൾ ഒപ്പനൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ വളരെ ഗംഭീരമായി പോകുന്നുണ്ട് വിചാരിക്കല്ലേ? ഒരു പ്രശ്നമുണ്ടോ, ഉത്സവല്ലേ. ശരിയാ, കൊയിലാണ്ടിയുടെ ഒരു ഉത്സവം തന്നെയാണുള്ളത്. ഓക്കെ, കറക്റ്റ്. യെസ്. നമ്മുടെ ടീമൊക്കെ എത്തിയില്ലേ? അപ്പോൾ അത് ഓക്കെ. കലോത്സവത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒക്കെ എടുക്കുന്ന മീഡിയ കമ്മിറ്റിയുടെ ആക്റ്റീവാണ്. അനിൽകുമാർ, ഞാൻ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി വളരെ ആക്റ്റീവായിട്ട് മീഡിയ ടീം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടീം വർക്കാണ്. എല്ലാവരും വളരെ കൃത്യമായ വാർത്തകൾ ശേഖരിച്ച് പൊതുജനങ്ങളിൽ എത്തിക്കുന്ന വളരെ സക്രിയമായിട്ട് ഇടപെടൽ നടക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു. നമ്മുടെ കലോത്സവത്തിന്റെ മീഡിയ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇവിടെ എല്ലാവരും വളരെ ആക്റ്റീവാണ്. ഷാഫി നിങ്ങൾ മീഡിയയിലേക്ക് മാറിയല്ലോ? ആ ആ ഗൈസ്, ഇത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ ടീമാണ്. വണ്ടിയിലെ വനിതാ രത്നങ്ങൾ എല്ലാരും ഒക്കെ ഹാപ്പി അല്ലേ? ആ പറഞ്ഞോളൂ 1 മിനിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് മഹിളാരത്നങ്ങള്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ വേദികളിലും സജീവമായി ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വ്യാപാരികളോട് 2 വാക്ക് പറയൂ. കച്ചവടക്കാരികളായ വനിതകളാണ് ഇതെല്ലാം. അപ്പൊ ഈ 64ാമത് കലോത്സവം എല്ലാവരും കച്ചവടക്കാരാണ്. വെരി നൈസ്. ഓക്കെ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഈ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിക്ക് വളരെ വിജയിപ്പിക്കാൻ സാധിച്ചു. എല്ലാവരുടെയും പ്രവർത്തനം വളരെ സുദീർഘമാണ്. ഞങ്ങൾ ഇനിയും ഇത് കഴിയുന്നവരെ ഇതിന്റെ പിന്നിലുണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. പറഞ്ഞോളി. ഇവിടെ ലോ ആൻഡ് ഓർഡർ വനിതാ രത്നങ്ങൾ പറയുന്നത് ഈ വനിതാ രത്നത്തില് ഒരു ആണുണ്ട്. ഞങ്ങളെ കൂടെ രാത്രി 11 മണിക്കും 11:30ക്കും ഏത് സ്റ്റേജ് പ്രശ്നം ഉണ്ടായാലും പ്രായം വകവെക്കാതെ ഓടി വരുന്ന ഒരു ആൺകുട്ടിയാണ്. ഞാനെ കൊടുത്തുള്ള ഒരു ആൺകുട്ടിയാണ്. ഗൈസ്, കലോത്സവത്തിൽ പതിവ് പോലെ നമ്മുടെ ട്രോഫി കമ്മിറ്റി വളരെ ആക്റ്റീവാണ്. നമ്മുടെ രാജമാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷേ, എന്താണ് ഈ ട്രോഫി കമ്മിറ്റി? വളരെ ആക്റ്റീവ് അല്ലേ? നമ്മുടെ കൺവീനർ KSTC അഭിലാഷ് മാഷാണ്. കോ കൺവീനർ അക്കീം മാഷാണ് KSTF. അപ്പോൾ നമ്മൾ 2 സംഘടനകളും വളരെ ഒത്തൊരുമിച്ച് ഇത് വളരെ വമ്പിച്ച വിജയമാക്കാൻ വളരെ ആദ്യം തന്നെ തുടക്കം കമ്മിറ്റികൾ ചേർന്നു എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ തോളോട് തോള് ചേർന്ന് 2 സംഘടനകളും നല്ല വളരെ മനോഹരമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പുതിയ ട്രോഫികളാണോ? എല്ലാം പുതിയ ട്രോഫിയാണ്. വളരെ പുതിയ ട്രോഫി മാത്രമല്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള, കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടാണ് ആരെയും അട്രാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു വിധത്തിലുള്ള താമസം നേരിടുന്നില്ല. വളരെ പെട്ടെന്ന് 2 സംഘടനയിലെ ആൾക്കാർ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രോഫി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ വളരെയധികം 2 സംഘടനകളും യോജിച്ചിട്ടാണ് വളരെ മനോഹരമായി നടത്തുന്നു. കംപ്ലൈന്റിന് ഒരു ഇട കൊടുക്കുന്നില്ല. അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഷേ, എന്തൊക്കെയാണ് നമ്മളെ ട്രോഫി കമ്മിറ്റി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ സന്തോഷപൂർണ്ണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വളരെ ആവേശപൂർവ്വം കുട്ടികൾ വന്നിട്ട് വളരെ കുറഞ്ഞ സമയത്ത് അവരുടെ അവതരിച്ച പരിപാടി അവതരിപ്പിക്കാനുള്ള സൗകര്യം കൂടി ട്രോഫി കമ്മിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വലായിട്ട് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ വയനാട് കോമാച്ചി പാർക്കും അതുപോലെ തന്നെ വളാഞ്ചേരി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാൻറ്റസി നൽകുന്ന സൗജന്യ എൻട്രി കൂപ്പൺ കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് 1ാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്കൊക്കെ നൽകുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മാഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പവീൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് പരിപാടികൾ പെർഫോം ചെയ്യാനുള്ള അവസരം കൂടി നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ബാലുശ്ശേരി ഓറിയന്റൽ കോളേജിലെ വളണ്ടിയേഴ്സ് നമ്മളുണ്ട്. അതുപോലെ നമ്മുടെ GRC, NCC പോലുള്ള സംഘടനകളൊക്കെ ഈ കമ്മിറ്റിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ താങ്ക് യു ഗൈസ്. ഇത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ ടീമാണ്. വണ്ടിയിലെ വനിതാ രത്നങ്ങൾ എല്ലാരും ഒക്കെ ഹാപ്പി അല്ലേ? പറഞ്ഞോളൂ 1 മിനിറ്റ്. കമ്മിറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് മഹിളാരത്നങ്ങൾ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ വേദികളിലും സജീവമായി ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വ്യാപാരികളോട് 2 വാക്ക് പറയൂ.
കൊയിലാണ്ടിയിലെ കച്ചവടക്കാരികളായ വനിതകളാണ് ഇതെല്ലാം. അപ്പൊ ഈ 64ാമത് കലോത്സവം എല്ലാവരും കച്ചവടക്കാരാണ്. വെരി നൈസ്. ഓക്കെ. തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഈ നോഡൽ കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. എല്ലാവരുടെയും പ്രവർത്തനം വളരെ സുദീർഘമാണ്. ഞങ്ങൾ ഇനിയും ഇത് കഴിയുന്നവരെ ഇതിന്റെ പിന്നിലുണ്ടാവുമെന്ന് അറിയുകയാണ്. പറഞ്ഞോളി. ഇവിടെ ലോ ആൻഡ് ഓർഡർ വനിതാ രത്നകൾ പറയുന്നത് ഈ വനിതാ രത്നത്തില് ഒരു ആണുണ്ട്. ഞങ്ങളെ കൂടെ രാത്രി 11 മണിക്കും 11:30ക്കും ഏത് സ്റ്റേജ് പ്രശ്നം ഉണ്ടായാലും പ്രായം വകവെക്കാതെ ഓടി വരുന്ന ഒരു ആൺകുട്ടിയാണ്. ഞാളെ കൊടുക്കുന്ന ഒരു ആൺകുട്ടിയാണ്. ഗൈസ്, നമ്മുടെ തണ്ണീർ കൂജ പദ്ധതി എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുന്ന തണ്ണീർ കൂജ നമ്മുടെ റഷീദ് പറയൂ. അല്ല, റഫീഖ് മാഷ് ഇന്നലെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. ജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 10,000-കണക്കിന് ജനങ്ങളും കലാപ്രതിഭകളും സാധകരൊക്കെ തന്നെയാണ് 1ാം വേദിയിലേക്ക് മറ്റു വേദികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ശുദ്ധമായ തണ്ണീർ പൂജയിൽ നൽകിയ ശുദ്ധമായ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന മൺകുടത്തിലുള്ള തണുപ്പിച്ച വെള്ളം എല്ലാവരെയും കുടിപ്പിക്കുക എന്നുള്ളതാണ് ഈ വെൽഫെയർ കമ്മിറ്റിയുടെ ലക്ഷ്യം. വളരെ ഇവിടെ എത്തിച്ചേർന്ന ഈ കഠിനമായ ചൂടത്തും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായ ദാഹജലം വിതരണം ചെയ്തുകൊണ്ട് 22 വേദികളിലായി തണ്ണീർ പൂജ സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരെയും ദാഹം എന്നുള്ള ഒരു സംഭവം പോലും ആരും അറിയാത്ത രൂപത്തിൽ അവർക്ക് വേണ്ട ദാഹം അകറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മലയം അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പറയൂ. വളരെ മനോഹരമായിട്ട് സംവിധാനിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് തണ്ണീർ പൂജ പദ്ധതി. നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് ഇത് നടന്നു പോവുകയാണ്. എല്ലാ ആളുകളും ഇതിനെ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. തണ്ണീർ പൂജ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക സംഘടനാ പ്രതിനിധികൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കാം. ഓക്കെ. ഏതായാലും തണ്ണീർ കൂജയിൽ നിന്ന് ഇതാ എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഇതാ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാണ്. അതായത് ശുദ്ധമായ ജലം, തണുത്ത ജലം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിനേക്കാൾ നല്ല വേറും തോറും തണുക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. അതേപോലെ ഇവിടെ വന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഈ തണ്ണീർ പൂജ വളരെ ഉപകാരപ്രദമാണ്. ഇല്ല, ഈ വേനലിൽ. ഓക്കെ. അതാ നമ്മുടെ ഈ വേദിയിൽ വെച്ചാണ്. അത് മെയിൻ വേദിയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ദാഹമകറ്റാൻ ഈ തണ്ണീർ കൂജ പദ്ധതി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ്. ഓക്കെ ഗൈസ്, സീ യു ഗൈസ്. അങ്ങനെ കൊയിലാണ്ടി കലോത്സവത്തിന്റെ മെയിൻ വേദിയിൽ ആണ് നമ്മളുള്ളത്. ഇവിടെ ഒപ്പന തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പന, ഹയർ സെക്കൻഡറിന്റെ ഒപ്പന. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹൈസ്കൂൾ ഒപ്പന. മംഗളമലർമണം പൊങ്കും ഖദീജ ഗുണശീലുകൾ പാടും സുവർഗത്തിനാറ്റൽ മംഗളമേ പരിപൂർണ സമ്മതമേ ഖദീജാബിയാണിയുമേ എല്ലാരും സഹാബത്തും പൊങ്കും ഖുറൈശികൾ കൂടും ജന്നത്തുമേ ജന്നത്തിൽ പൂത്തുള്ള നിസ്കമ്പ പൂമണം വീശും നഗരുമേ ശരകോരി സമ്മതമേ കസറാകെ സമ്പന്നമേ ചുറ്റിലും തോയി മഷിലുകൾ പാടുമിയാലൻ കൗതുകമേ കൗതുക ജന്നത്തിൽ ശീലുകൾ പാടുമി വാനരും വരവായി സ്വഹവാക്കളും ഗുണമായി കുശിയാലെ
മംഗളമാലും സമാഗതം മലക്കും മുനാസുകൾ കൂടും ജന്നതുമാ ജന്നാത്തിൻ തോഴി പാടി നൽവരും ഓത്തുകൂടി ജന്നാത്തിൻ തോഴി പാടി നൽവരും ഓത്തുകൂടി ഭൂമി മംഗളത്തിൽ ചേരുമീ നാളിൽ കവറൊളി വീശുമി മണിമക കതിജ കരകത്ത് തിളങ്ങിടെ അതിശയ കതിജ പൂകി മംഗള ദോഷമായി വീതി പരിശുദ്ധ നാളിൽ ശരഭ മെഹമൂദരൊത്ത് പരിശുദ്ധ നാളിൽ ശരഭ മെഹമൂദരൊത്ത് ജലസയ മണിമക കതിജ മെഹമൂദി നിഷ്കുമി തൂക്കിടും ഖദിജ ബീവിൽ ഹൈറായ മെഹമൂദി പെരുമകൾ ജോരാ ജന്നാത്ത് ദാരായി കൂടും കസ്രക മികവാ ജന്നാത്ത് ദാരായി കൂടും കസ്രക മികവാ മെച്ചമിലായി മധുവന സുവർഗത്തിൻ സൗജത്തുമായി സ്വർഗമിലായി കുഫുവത സൽഗുണരായി സൽഗുണരായുള്ള ബീവിയിലൊത്ത നല്ല സന്തോഷ ഗൗലാലെ മഹമൂദരൊത്തമുള്ള നബിയോരിലും ചൊല്ലി സൽഗുണമൊത്തൊരു വാസനവല്ലി നാരിയ സൗജത്ത് പുല്ലിയിലും പ്രാണീയ മോഹത്തിൻ വിത്തും പൊങ്കി. നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഇലക്ഷൻ തിരക്കിന്റെ ഇടയിൽ എന്താ പറയാനുള്ളത്? ചൂടുണ്ട്. ആഘോഷം ഇവിടെ നടക്കുകയാണ് കൊയിലാണ്ടിയിൽ. സ്വാഭാവികമായിട്ട് കൊയിലാണ്ടിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആശങ്ക ഓർഡർ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണ്. സ്വാഭാവികമായും ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ കൂടെ ഇവിടുത്തെ വ്യാപാര സമൂഹം, വിദ്യാർത്ഥി യുവജന സംഘടനയുടെ നേതൃത്വമൊക്കെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ചടങ്ങുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടതിലാണേ മനോരമ കേട്ടതിലാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചുക്ക് കാപ്പി വിതരണം ഏതായാലും ഞാൻ കുടിച്ചോടെ സ്പെഷ്യൽ കാപ്പിയാണെന്നാണ് പറയുന്നത്. അടിപൊളി കാപ്പിയാണ്. കാപ്പി കുടിച്ചോ? പോലീസ് എല്ലാ വർഷവും ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ചുക്ക് കാപ്പിയും ഉണ്ണിയപ്പവും ഒക്കെ സാധാരണ നൽകാറുണ്ട്. ഈ വർഷവും വളരെ വിപുലമായ രീതിയിലുള്ള സേവന സന്നദ്ധമായി മനസ്സിനെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകമായുള്ള അഭിനന്ദനമാണ് നമ്മുടെ പോലീസ് അസോസിയേഷൻ നൽകുന്നത്. ഓക്കെ. എല്ലാവരും മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങി ഉപയോഗിക്കണം. ആരാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ കഴുത്തിലിട്ട് നടക്കാൻ കാരണം? ഞാനാണ് മൈക്രോ പ്ലാക്കിങ്കരൻ. ഓഹോ. നിങ്ങളെയൊക്കെ നശിപ്പിച്ച് എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി യമപുരിക്ക് കൊണ്ടുപോകാനാണ് എന്റെ ശ്രമം. അത് ശരി. നിങ്ങൾ ഈ കലോത്സവ വേദിയിൽ വരാൻ കാരണം? ഞാനിവിടെ കൂടുതൽ പ്ലാസ്റ്റിക് ഫ്ലക്സൊക്കെ ആൾക്കാരൊക്കെ ഉപയോഗിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഓ അത് ശരി, അത് ശരി. പങ്കെടുക്കുന്ന സ്ഥലമാണല്ലോ. അതെ അതെ അതെ. അവരെ കൂടി നശിപ്പിക്കാനുള്ള ഉദ്ദേശം. ഓ അത് ശരി, അത് ശരി. ഞാൻ വിടില്ല ഇയാളെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇയാളുടെ പ്രവർത്തനം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഓ യെസ് യെസ് യെസ്. ജനങ്ങളെ നശിപ്പിക്കാനായിട്ട് പ്ലാസ്റ്റിക് പൊടി സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. എന്തൊരു കഷ്ടമാണ്. ഇയാളതൊക്കെ പറയുന്നത്. ഇതാ ഈ തരം സ്റ്റീൽ ഗ്ലാസ് ഒന്നും ആരും ഉപയോഗിക്കരുത്. എല്ലാവരും മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ് മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ഉപയോഗിച്ചാൽ എന്റെ കൂടെ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ ആദ്യമായി അത് ഉപയോഗിച്ചോളൂ. കഴിക്കില്ലേ?
ആ പറഞ്ഞോളൂ. ഓ, അപ്പൊ അതിന്റെ റിസൾട്ട് കാത്തു നിൽക്കാണ്. ആ അല്ല, എന്താണ് പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ട്. ആ, കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ ഓക്കെ. വിജയികളെ ഫലം പ്രഖ്യാപിക്കുന്നതായി മജീദ് ഗുരുക്കളെ. ഗൈസ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം, നമ്മുടെ മാപ്പിള സ്കൂളിൽ റിസൾട്ട്, കോൽക്കളിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നതല്ല, വളരെയധികം സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. കാരണം കോൽക്കളി റിസൾട്ട് വന്ന ആളുകൾ അത്രയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു, നമ്മുടെ ഈ മേളയിലെ തന്നെ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. 15 ടീം മത്സരിച്ചത് ഒരു ടീമിന് മാത്രമേ എ ഗ്രേഡ്, ബാക്കി 14 ടീമും ഒരു ടീം മാത്രം ബി ഗ്രേഡ്, ബാക്കി 14 ടീമിന് എ ഗ്രേഡ് അയച്ചു. വാർഡ് നമ്പർ 26. അപ്പൊ ഒന്ന് കലോത്സവം ഭക്ഷണപ്പന്തലിനെ കുറിച്ചുണ്ടോ അഭിപ്രായം? ഭക്ഷണത്തെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഭക്ഷണ കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതെ, ഒരുപാട് കുട്ടികൾ ഒരു പ്രശ്നവുമില്ലാതെ, യാതൊരു ക്യൂവും ഇല്ലാതെയാണ് ഇവിടെ ഭക്ഷണ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഡിസിപ്ലിൻ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്കും ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങളില്ല. നല്ല രുചികരമായ എത്രത്തോളം കുട്ടികൾ ഈ 17 സബ്ജക്റ്റുകളിൽ ഏതാണ്ട് എത്രത്തോളം? നമ്മളെ മത്സരങ്ങളിൽ ടോട്ടലായി 25,000 കുട്ടികളാണ് വിവിധ 5 ദിനങ്ങളിലായിട്ടുള്ള 25,000 കുട്ടികളാണ്. അത്രയും കുട്ടികൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടാവും. 5 ദിനങ്ങളായിട്ട് അത്രയും കുട്ടികളും അധ്യാപകരും അവരെ നാട്ടുകാരും സംഘാടകരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമ്മളെ സംഘാടക സമിതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഈ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത് ശാസ്ത്രമാണല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഈ ഭക്ഷണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മുഴുവൻ വാളണ്ടിയേഴ്സിനെ പ്രത്യേകിച്ച് ഓരോ ദിനവും കൗണ്ടറിൽ തന്നെ 50ഓളം വളണ്ടിയേഴ്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്രമസമാധാന ചുമതല പോലീസ് സംവിധാനത്തിന്, വ്യാപാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തുകൊണ്ടാണ് പിന്നെ ഭക്ഷണ കമ്മിറ്റിയോടൊപ്പം തന്നെ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അതുകൊണ്ടാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 5 ദിനങ്ങളിലും വളരെ. നമ്മുടെ എത്ര വളണ്ടിയേഴ്സാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്? 50 കുട്ടികളെ കൗണ്ടറിലും, അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനവും, അതേപോലെ തന്നെ വ്യാപാരി വ്യവസായിയുടെ പിന്നെ വളണ്ടിയേഴ്സും ഇവിടെ ഡ്യൂട്ടി ചെയ്യപ്പെടുന്നു. ഓക്കെ ഓക്കെ. മതഭീകരതയുടെ വിഷപ്പത്തി വിടർത്തിക്കൊണ്ട് അതിർത്തി വേലികൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി വരുന്ന ഒരു ഭീകരവാദിയെ വെറുതെ വിടരുത്.
വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മുഴുവൻ സഹായവും മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കൊച്ചു പരിപാടി യഥാർത്ഥ സമാപന പരിപാടിക്ക് മുമ്പുള്ള ചെറിയൊരു ഇടവേളയുള്ള പരിപാടിയാണിത്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അബ്ദുൽ ഹക്കീം മാഷോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 14 വർഷം മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരു പുതിയ അറിവാവും, കുറഞ്ഞ ആളുകൾക്ക് മാത്രം പക്ഷെ അത് ഓർമ്മയുണ്ടാവും. നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ സുവർണ ജൂബിലി കലോത്സവം നടന്ന കോഴിക്കോട്ട് വെച്ചായിരുന്നു 14 വർഷം മുമ്പ്. 50ാം സംസ്ഥാന സ്കൂൾ കലോത്സവം, ഇത് 64ആണ്. അന്ന് ഇന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് അനീഷ് IAS അവർക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. നമ്മുടെയൊക്കെ കോഴിക്കോടിൻ്റെ അഭിമാനമായുള്ള P. വിജയൻ സാറായിരുന്നു അന്നത്തെ കോഴിക്കോട് പോലീസ് കമ്മീഷണർ. സേവന ഈ സേനയ്ക്ക് വേണ്ടി ഇവിടെ പരിപാടിയുടെ മികച്ച വിജയത്തിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സേവനം വിലമതിക്കാനാവാത്തതാണ്. സേനയ്ക്ക് മൊത്തം സേനയുടെ സേവനത്തിന് വേണ്ടി ശ്രീ സ്മിതേഷ് സാർ CI നാദാപുരം ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ഉപഹാരം നൽകുന്നത് ശ്രീ AK അബ്ദുൽ ഹക്കീം സർ. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉപഹാരം ശ്രീ AK അബ്ദുൽ ഹക്കീം സാർ നിർവഹിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. സമഗ്ര ശിക്ഷ കോഴിക്കോട് DPC ഡോക്ടർ AK അബ്ദുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ സമ്മേളനത്തിലേക്ക് ഏറെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷമാണ് കൊയിലാണ്ടിയിലേക്ക് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം എത്തിച്ചേരുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യാതിഥി കൊല്ലം ഷാഫി, വേദിയിലുള്ള ബഹുമാന്യനായ RDD ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾ, നാട്ടുകാർ, കലാകാരന്മാർ, മത്സരത്തിൽ പങ്കെടുക്കുകയും കാണാൻ വരികയൊക്കെ ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം. പോലീസ് മെഡൽ, ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് ഈ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. സർ പ്ലീസ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അബ്ദുൽ ഹക്കീം, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രദീപ്, വിശിഷ്ട വ്യക്തി കൊല്ലം ഷാഫി, വേദിയിലും സദസ്സിനുമുള്ള മറ്റ് സഹൃദയരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് 17 ഉപജില്ലകളിലുള്ള വിദ്യാർത്ഥിനികൾ ഈ കലാമേളയിൽ അവരുടെ കഴിവുകൾ മാറ്റുരച്ചു. തീർച്ചയായിട്ടും ഈ മേളയ്ക്ക് മുമ്പ് 23-24 കാലഘട്ടത്തിൽ കോഴിക്കോട് വെച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടത്താൻ അതിൻ്റെ ഒരു സംഘാടകരാകാൻ എനിക്കൊരു അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ കൊയിലാണ്ടി ഈ 5 ദിവസം കൊണ്ടുള്ള കലോത്സവം
അതിൻ്റെ പോലീസ് നടപടികളെല്ലാം സെക്യൂരിറ്റി ഭാഗമായെല്ലാം കാര്യമായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 94979794 ഒരു 10 നമ്പറാണ്, ടോൾ ഫ്രീ നമ്പർ. നിങ്ങൾ ദയവീതം മനസ്സിലോർത്തിടുക. ഒരു മക്കളും നമ്മുടെ ജില്ലയിലാകട്ടെ സംസ്ഥാനത്താകട്ടെ മനഃപൂർവ്വ ലഹരി കടിമകളാകുന്നില്ല. അവർ ഉൾപ്പെടുന്ന കൂട്ടുകെട്ടുകൾ അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു മേഖലയാണ് ലഹരിയുടെ നിരാളിപ്പിടുത്തം. അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലീസിന് ഈ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു പറയാം. നമ്മളെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം എന്ന ചിന്തയുള്ള എല്ലാവരും ഈ ഫോൺ നമ്പർ മനസ്സിലിരുത്തി ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുക. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ കലോത്സവം നന്നായി കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, കുട്ടികൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തിട്ട് ദേശീയ മീറ്റിൽ പങ്കെടുത്ത് കിരീടം വാങ്ങിയിട്ടെന്നാണ്. അപ്പോൾ 9 വർഷക്കാലം നമ്മൾ കേരളത്തിലെ കുട്ടികൾ അത്ലറ്റിക് മീറ്റിൽ ദേശീയ മീറ്റിൽ പങ്കെടുത്ത് കിരീടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ 22 വർഷമായിട്ട് അത് നമ്മുടെ കുട്ടികൾ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കലോത്സവത്തിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്, പത്രത്തിൽ കൂടി ബഹളങ്ങളും തർക്കങ്ങളും മത്സരവും കോടതികളിൽ പോയി ഇഞ്ചക്ഷനോട് മേടിച്ചു വരുന്ന ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഒരു മേഖല ഉണ്ട് പരിപാടി. അപ്പോൾ കടിച്ചില്ല, അദ്ദേഹം അഡ്വക്കേഷൻ നടത്തി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി അനുഭവത്തോടു കൂടി എല്ലാവർക്കും നമസ്കാരം. 64ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ സമാപന വേദിയെ ധന്യമാക്കിക്കൊണ്ട് സ്വാഗതം ആശംസിച്ച ഈ സ്കൂളിൻ്റെ GVHSS കൊയിലാണ്ടിയുടെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള പ്രദീപ് കുമാർ സാർ, അധ്യക്ഷത വഹിച്ച ഡോക്ടർ AK അബ്ദുൽ ഹക്കീം സാർ, ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ ശ്രീ ബൈജു K IPS സാർ, മറ്റ് വേദിയും സദസ്സിനെയും ധന്യമാക്കിക്കൊണ്ട് ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വികാര നിർഭരമായി നിൽക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഈ വേദി. ഇവിടെ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറി ഒരു ഐറ്റത്തിന് പോലും മത്സരിച്ചിട്ടില്ലാത്തൊരു മത്സരാർത്ഥിയാണെന്ന് പറയാൻ കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ പല ഇനങ്ങളിൽ മത്സരിക്കുമ്പോൾ ഞാനായിരുന്നു ശരിക്കും, എൻ്റെ ഉള്ളിലായിരുന്നു മത്സരം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഇപ്പം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളവർ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചതുപോലെ ഈ കലകളൊന്നും തന്നെ മത്സരിച്ച് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സാമൂഹിക വ്യവസ്ഥിതി മാറുന്ന സമയത്തൊക്കെയും കലാകാരന്മാർ ഇടപെട്ടുകൊണ്ട് ശുദ്ധീകരിച്ച പൈതൃകമുണ്ട് നമുക്ക്. അതിന് ചരിത്രം അറിയുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന എന്നെക്കാൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള എല്ലാവർക്കും വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ചരിത്രാനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇനി നാളെയും തുടരണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കച്ചകെട്ടലായിരിക്കണം ഇവിടെ നിന്ന് ജയിച്ചും തോറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനംതിരിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ പ്രതിഭകളും അവരുടെ നൈസർഗിക സിദ്ധികളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഊർജം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണം. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിനിടയിൽ 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, വിദ്യാഭ്യാസം നമ്മൾ നേടുന്നത് നമുക്കൊരു പ്രൗഢോജ്വലമായ നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും ചുരുക്കി നമ്മുടെ കുടുംബത്തെയെങ്കിലും ഏറ്റവും മാന്യമായ സാംസ്കാരിക തലത്തിൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഈ ഡിഗ്രിയൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നത്. രണ്ടാമത്തെ അധ്വാനശീലമാണ്. അത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. പാർപ്പിടം, പിന്നെ ജീവിത ചെലവുകൾ, ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ നമ്മൾ എടുക്കുന്ന മനസ്സ്. ആ മനസ്സെന്ന മഹാക്ഷേത്രം ഉണ്ടല്ലോ, ഏറ്റവും നല്ല ദേവാലയം.
അവിടെ ഏറ്റവും ആർദ്രമായ ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ കല തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കണം. ഞാനിത് ഒരു പാഷനായിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നേറാൻ സാധിച്ചത്. മത്സരം കലയ്ക്ക് ചേർന്നതല്ലാതെ മനസ്സിലാക്കിയ കാലം മുതൽ ഞാൻ മത്സരിക്കാതെ കലയെ പ്രണയിക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെ ഓടി അതെനിക്ക് ജീവിതം തന്നു. അത് നിങ്ങളെല്ലാവരും കാരണക്കാരാണ്. ും പുള്ളിമാനായി മനം മാറവേ പള്ളിക്കൂടം ഉള്ളിലോർക്കെ തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ തുള്ളിമഴയിൽ മെല്ലെ നനയും തുമ്പികളായി നമ്മൾ തുമ്പികളായി ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ നിറയുന്നേ പുലരുന്നേ പതിവായി നിറമലരായി കലാലയം കലാമയം ആലോലമായി വിരാജിതം പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാം കൊതിയായെന്നുമെന്റെ അക്ഷരമാമല കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി പറഞ്ഞ് ആശംസിച്ച കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ വിട്ട് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ എല്ലാ വേദിയിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു കൈയ്യടി കൊടുക്കുക ഓർത്തുകൊണ്ട്. അതുപോലെ ഈ സ്പെഷ്യൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് പേര് ഇവിടെ ഒരു സ്റ്റാള് വെച്ചുകൊണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ മക്കളുടെയൊക്കെ ഒരു കലാപ്രകടനങ്ങളൊക്കെ കണ്ടു. അത് ഭയങ്കരം തന്നെയാണ്. ചിന്തിക്കാനും നമുക്ക് അവരൊപ്പം ചേരാനൊക്കെ സാധിക്കണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ ലഹരിക്കെതിരെയൊക്കെ പ്രവർത്തിക്കേണ്ട ഒരാവശ്യത്തിൽ പെട്ടതാണ് സ്പോർട്സ് ഐറ്റത്തിൽ കൂടെ കായിക രംഗത്തും കൂടി കുട്ടികളെ നന്നായി വാർത്തെടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ് സാർ. ഗൈസ്, അങ്ങനെ നമ്മുടെ കോഴിക്കോട് റവന്യൂ ജില്ലാ കലാമേള സമാപിച്ചിരിക്കുകയാണ്. ഈ 7 ടീമുകൾ അവരെ നറുക്കെട്ടെടുത്ത് വേണം പോകാൻ. അടുത്തതായി UP വിഭാഗം അറബിക് റണ്ണറപ്പ് 6 സബ്ജക്റ്റുകൾ പങ്കെടുക്കുന്നു. കൊടുവള്ളി SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, ലിറ്റിൽ കൈറ്റ്സ് എന്നീ വിഭാഗങ്ങളും പോലീസും എക്സൈസും അതേപോലെ തന്നെ ഫയർഫോഴ്സും അടക്കമുള്ള മറ്റു വിഭാഗവും അതോടൊപ്പം തന്നെ കൊയിലാണ്ടിയിലെ പ്രമുഖ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ ഈ കലാമാമാങ്കത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമിതി, ഏകോപന സമിതി, മർച്ചന്റ് അസോസിയേഷൻ അടക്കമുള്ള വിവിധ വാളണ്ടിയേഴ്സിൻ്റെ സജീവമായിട്ടുള്ള നിർലോഭമായിട്ടുള്ള ഇടപെടലാണ് ഈ വലിയ ഒരു മത്സരം, വലിയൊരു കലോത്സവം വളരെ ലളിതമായ രീതിയിൽ ഇവിടെ നടത്താൻ സാധ്യമായിട്ടുള്ളത്. ജിനേഷ് സാർ, നസീർ സാർ, അഭിനന്ദിക്കുകയാണ്. സഹീർ ഗാലക്സി, ഡീലക്സ്, അതൊക്കെ
ഓക്കെ ഓക്കെ